പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോപ്പിൻ്റെ ബിൽഡിംഗ് നവീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. 10 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലെ ഓപ്പൺ ഏരിയ റൂഫിംഗ് ചെയ്ത് ഉപയോഗപ്രദമാക്കുകയും നിലവിലുള്ള ബിൽഡിങ്ങിനെ ഭംഗിയാക്കി ഒരു ഫർണിച്ചർ ഷോപ്പ് കൂടി ആരംഭിക്കാനുള്ള വലിപ്പം വരുത്തുക എന്നുള്ളതാണ് ഈ നവീകരണ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ഓപ്പൺ ടെറസ് റൂഫിംഗ് ചെയ്തു. ബിൽഡിങ്ങിനോട് ചേർന്ന് 3 ഫേസ് ലൈനുകളും സർവീസ് ലൈനുകളുമുള്ള ഇലക്ട്രിക് കണക്ഷൻ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സാഹസപ്പെട്ടും വളരെ ജാഗ്രതയോടും കൂടി ചെയ്യേണ്ടി വന്നൊരു വർക്കാണിത്. ബിൽഡിങ്ങുകൾ മറയ്ക്കുക എന്നുള്ള ആവശ്യം വന്നാൽ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഓടിയെത്തുന്നത് ഒന്നുകിൽ ലൈനർ ഷീറ്റ് അല്ലെങ്കിൽ വി ബോർഡ് എന്നാണ്. സ്വാഭാവികമായും ഞങ്ങളും ഇവിടെ വി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി ബോർഡ് ഉപയോഗിച്ച് ചുമരുകളും സീലിങ്ങുകളും ചെയ്യുമ്പോൾ സാധാരണ അവലംബിക്കുന്ന രീതി സ്ക്വയർ പൈപ്പിൽ സ്ക്രൂ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അത് പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷിതമല്ല. കാരണം വി ബോർഡ് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രൂ ചെയ്യുന്ന ഭാഗത്ത് പൊടിയാനും അതുപോലെ സ്ക്രൂ തുരുമ്പ് പിടിച്ച് വി ബോർഡ് അടർന്നു പോരാനും അതുപോലെ തന്നെ വി ബോർഡ് ചൂട് വരുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വിള്ളലുകൾ വരാനുമെല്ലാം പുറത്ത് സ്ക്രൂ ചെയ്യുന്നത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 4x1 പൈപ്പും 3x1 പൈപ്പും T ആകൃതിയിൽ വെൽഡ് ചെയ്ത് വെർട്ടിക്കലായി നിർത്തി അതിൽ പുറകുവശത്ത് നിന്നും വി ബോർഡ് സ്ക്രൂ ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. വി ബോർഡിൻ്റെ സപ്പോർട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പെർലിങ്സ് 2 അടി അകലത്തിൽ വെൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ റൂഫിംഗ് ഷീറ്റ് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയും ഒരു ബീഡിങ്ങിനും വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ടാറ്റ ഗാൽവാനോ 1.4 mm ഷീറ്റ് ബെൻഡ് ചെയ്തൊരു ബീഡിംഗ് ആക്കി വെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പ്രൊഫൈൽ വർക്കുകളും ബോർഡും വന്നപ്പോൾ ഞങ്ങൾ ചെയ്ത വർക്ക് ഭംഗിയായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വർക്ക് ചെയ്ത് കുറച്ചധികം കാലമായതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. ഇത്തരം വ്യത്യസ്തമായ വർക്കുകൾ ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി ഇൻഡസ്ട്രിയൽ വർക്ക്സ് A to Z എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.